ഈ ക്രമക്കേടുകളിൽ ഈ പരാതികളിൽ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിശദീകരണം നിലപാട് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. സഫാൻ, നോക്കൂ, പ്രധാനമായി രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഹിയറിംഗിന് എത്തേണ്ടവരുടെ എണ്ണം ഇരട്ടിയായിരിക്കുകയാണ്. 37 ലക്ഷത്തോളം പേർ ഹിയറിംഗിന് ഹാജരാകണമെന്ന് പറയുന്നു. വ്യാപകമായി ഇപ്പോൾ ഫോം 6 ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ വോട്ട് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും പ്രതികരണം അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകുന്നുണ്ടോ? ദിവ്യ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം ഈ കണക്കുകൾ പുറത്തുവിടുന്നത് നോൺ മാപ്പിംഗ് വിഭാഗപ്പെട്ട ആളുകളുടെ കണക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ രാഷ്ട്രീയ പാർട്ടി യോഗത്തിൽ വലിയ ആവശ്യം ഉന്നയിച്ചതിന് ശേഷമായിരുന്നു ഈ കണക്ക് കമ്മീഷൻ പുറത്തുവിട്ടത്. നേരത്തെ തന്നെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ 19 ലക്ഷത്തിലധികം പേരാണ് നോൺ മാപ്പിംഗ് അതായത് 2002 പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാത്തവരുടെ കണക്കായിട്ട് കമ്മീഷൻ വിശദീകരിച്ചിരുന്നത്. ഇതായിരുന്നു കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എന്നാൽ പിന്നീടാണ് ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി അടക്കമുള്ള ആളുകളിലേക്ക് ഈ നോട്ടീസും ഈ ഹിയറിങ്ങിനുള്ള രേഖകളൊക്കെ വരുന്ന സമയത്താണ് ഈ എണ്ണം 37 ലക്ഷത്തിലധികം വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നത്. കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം, തങ്ങൾ നേരത്തെ തന്ന കണക്ക് 19 ലക്ഷം എന്ന് പറയുന്ന കണക്ക് ഈ ഒരു തരത്തിലും ഈ കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ട് ഈ 2002 ലിസ്റ്റുമായി ബന്ധപ്പെട്ട് മാപ്പിംഗ് ചെയ്യാത്തവരുടെ കണക്കാണെന്നാണ് കമ്മീഷന്റെ വിശദീകരണം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ 37 ലക്ഷത്തിലേക്ക് എത്തിയ കണക്കുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ പറയുന്നത് നേരത്തെ തന്നെ കമ്മീഷൻ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കണക്കാണ്. അതായത് ഈ 2002 പട്ടികയുമായി ബന്ധപ്പെട്ട് മാപ്പിംഗ് ചെയ്യുമ്പോൾ അക്ഷരത്തെറ്റുകളും മറ്റും രക്ഷിതാവിന്റെയോ അല്ലെങ്കിൽ വോട്ടറുടെയോ പേരുമായി ബന്ധപ്പെട്ടുള്ള അക്ഷരത്തെറ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ കണക്കുകളിലേക്ക് വരുമ്പോഴാണ് ഈ 37 ലക്ഷം എന്ന് പറയുന്നത്. നേരിട്ട് ഹിയറിംഗിന് ഹാജരാവേണ്ടത് ഈ 19 ലക്ഷം പേരാണ്. ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി വിഭാഗത്തിലുള്ളവർ രേഖകൾ സമർപ്പിച്ചാൽ മതി എന്നുള്ളൊരു വിശദീകരണമാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ നേരത്തെ തന്നെ ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴും ഈ കണക്കിലെ പൊരുത്തക്കേടുകൾ രാഷ്ട്രീയ പാർട്ടികൾ സൂചിപ്പിച്ചിരുന്നു. ഈ എന്തുകൊണ്ട് ഈ കണക്കുകൾ, അതായത് 37 ലക്ഷം എന്നുള്ള ഈ ഹിയറിംഗ് പ്രോസസ്സിൽ തത്വത്തിൽ ഹിയറിംഗ് പ്രോസസ്സിന്റെ ഭാഗമാകുന്ന 37 ലക്ഷത്തിന് എന്ന ആളുകളെ മറച്ചുവെച്ചു എന്നുള്ളൊരു ചോദ്യമാണ് രാഷ്ട്രീയ പാർട്ടികളും മറ്റും നൽകിയിട്ടുണ്ടല്ലോ. അതിൽ പുതുതായി വോട്ട് ചേർക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കണം എന്നാണ്. അങ്ങനെ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഇടയുണ്ടോ? ഇതൊരു പുതിയ വിഷയമാണ്. ഹിയറിംഗുമായി ബന്ധപ്പെട്ടല്ല. ഇപ്പോൾ ഈ ഫോം 6 വഴി പുതിയ വോട്ടർമാരായി ആളുകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നടപടിക്രമങ്ങളും ഹിയറിംഗിന്റെ ഭാഗമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാസം 23 വരെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുള്ള സമയം ആദ്യം അനുവദിച്ചിരുന്നത്. പിന്നെ കേരളം അടക്കമുള്ള സർക്കാർ അടക്കമുള്ളവർ സുപ്രീം കോടതി വരെ പോയ സാഹചര്യത്തിലാണ് ഈ ജനുവരി 30 വരെ ഈ സമയം നീട്ടി നൽകാൻ തയ്യാറായത്. ഈ ഒരു പ്രശ്നത്തിൽ, അതായത് കൂടുതൽ ചില 7 ജില്ലകളിലാണ് CPM ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. 7 ജില്ലകളിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ കൂടുതൽ വോട്ടർമാർ അസാധാരണമായി ചേർക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു കണക്കാണ്, ഒരു ചോദ്യമാണ് CPM ഉന്നയിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിൽ എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ എന്തായാലും പരാതിയായി വന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഈ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ പേര് ചേർക്കുന്ന ആളുകളുടെ കണക്ക് പുറത്തുവിടൽ പ്രായോഗികമല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങളിൽ പറയുന്നത്. CPM പോലുള്ള ഒരു പാർട്ടി ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വെച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തുടർ നടപടി എന്താണെന്ന് നമ്മൾ വീക്ഷിക്കുക തന്നെ വേണം. ദിവ്യ.